ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു കുറ്റം തന്റെ 4 അയൽവക്കത്തൂടെ പോയിട്ടില്ലെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും അതുപോലെ തന്നെ മന്ത്രി ഗണേഷ് കുമാറിന്റെയും കാര്യത്തിൽ തനിക്ക് ഒരു താപ്പേ ഉള്ളൂ എന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് വിശ്വസിക്കണമല്ലോ. ഈ ചെറ്റയെന്നോ ചെറ്റത്തരമെന്നോ പറയുന്നതൊക്കെ നല്ല മനോഹരമായ വാക്കുകളാണെന്നും അത് അശ്ലീലമല്ലെന്നും അത് ചാരുതയാർന്ന ഒരു പദപ്രയോഗമാണെന്നും മുഖ്യമന്ത്രിയൊക്കെ പറയുമ്പോൾ നമ്മൾ തലകുലുക്കി സമ്മതിക്കുകയും വിശ്വസിക്കുകയുമല്ലാതെ മറ്റൊരു തരമില്ല. പക്ഷെ CM ഒരു സംശയം, അങ്ങ് കോന്നിയിൽ പ്രസംഗിക്കുമ്പോഴേ CPM പ്രചാരണ യോഗം അവിടെ പ്രസംഗിക്കുമ്പോൾ അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് പ്ലാക്കീഴിൽ ദാസ് പി ജോർജിനോട് അങ്ങ് ചെയ്തത് അത് ഒരു ഇരട്ടത്താപ്പായി പോയില്ലേ? അതൊരു പക്ഷപാതപരമായ നടപടിയായി പോയില്ലേ? സഖാവെന്തുവാ ഒരു ചോദ്യം എന്നു പറഞ്ഞതേ ഉള്ളൂ, ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ. അന്നേരം അങ്ങ് പറഞ്ഞത് വീട്ടിൽ പോയി ചോദിക്കുന്ന അങ്ങ് പറഞ്ഞത് ഒരു ചോദ്യം ചോദിച്ചതാണേ. അപ്പോഴങ്ങാ പറഞ്ഞത് ഇരട്ടത്താപ്പായി പോയില്ലേ? ഇനിയിപ്പോ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോയോ ഇനി പാർട്ടി കോൺഗ്രസ് തന്നെ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് അത് ഇരട്ടത്താപ്പായിരുന്നില്ല എന്ന് പറഞ്ഞാലും CM അങ്ങോട്ട് സമ്മതിച്ചു തരാൻ അല്പം വിഷമമാണ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത് വന്നപ്പോൾ അങ്ങ് എത്ര ചാനലുകൾക്ക്, പത്രങ്ങൾക്ക്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് അഭിമുഖ സംഭാഷണം അനുവദിച്ചു എന്ന് അങ്ങയ്ക്ക് ഓർത്തു പറയാൻ പറ്റും? അങ്ങയുടെ 10 വിരലിൽ എണ്ണാവുന്ന തരത്തിലായിരുന്നില്ല അത്. എത്രയോ അഭിമുഖ സംഭാഷണങ്ങൾ, അവരൊക്കെ എത്രയെത്ര ചോദ്യങ്ങൾ ചോദിച്ചു, അതിനൊക്കെ അങ്ങ് കൃത്യമായിട്ട് മറുപടി പറഞ്ഞില്ലയോ? പിന്നെ എന്തായിരുന്നു നമ്മുടെ അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് പ്ലാക്കീഴിൽ ദാസ് പി ജോർജിനോട് മാത്രം ഈ രീതിയിൽ പ്രവർത്തിച്ചത്? അങ്ങയുടെ ഈ അഭിമുഖ പരമ്പരകൾ ആലോചിച്ച് നോക്കണം. തെരഞ്ഞെടുപ്പ് ഒന്നും ഇല്ലാത്ത സമയത്ത് അഭിമുഖം ചോദിച്ചാല് ഒരു കാരണവശാലും സമ്മതിക്കാത്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം എത്രയെത്ര ആളുകൾക്ക് അല്ലെങ്കിൽ എത്രയെത്ര ആളുകളുടെ മുമ്പിൽ അഭിമുഖത്തിനായിട്ട് ഇരുന്നു കൊടുത്തു. ആദ്യം നമ്മുടെ മോഹൻലാലായിരുന്നു, അത് നല്ല രാശിയായിരുന്നു കേട്ടോ. അദ്ദേഹവുമായിട്ട് 1 മണിക്കൂർ നീളുന്ന ഒരു ഇന്റർവ്യൂ, പല കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലെ വിഷയങ്ങള്, രാഷ്ട്രീയ കാര്യങ്ങള്, അങ്ങനെ പല ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ TK രാജീവ് കുമാർ ആയിരുന്നു അതിന്റെ സംവിധായകൻ. അദ്ദേഹമാണിത് ഈ ഇന്റർവ്യൂ നടത്തിയത്, അഴകപ്പൻ ക്യാമറാമാൻ. പിന്നീട് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി ദിവസങ്ങളോളം ഇന്റർവ്യൂവിനായിട്ട് നീക്കി വയ്ക്കുകയാണ് ഉണ്ടായത്. കാരണം 10 കൊല്ലത്തെ നേട്ടങ്ങൾ നമുക്ക് ആളുകളോട് പറയണമല്ലോ. കൃത്യമായ ഒരു കണക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിലും ഏതാണ്ട് 20 ഇന്റർവ്യൂകൾ ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം അനുവദിച്ചു നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരാരും മുഖ്യമന്ത്രിയുടെ പിന്നാലെ ഒരു ഇന്റർവ്യൂ തരണേ എന്ന് ചോദിച്ച് നടന്നൊന്നുമല്ല. അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ PRD ഏറ്റെടുത്തങ്ങ് നടപ്പാക്കിയതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് PRDക്ക് ലഭിച്ച ഒരു വലിയ പ്രാധാന്യമുണ്ടല്ലോ. ഈ സർക്കാരിന്റെ പിണറായിയുടെ പ്രതിച്ഛായ നിർമ്മാണം മുഴുവൻ PRD വഴിയാണ് നടന്നത്. എത്ര കോടി രൂപയുടെ പദ്ധതികളാണ് അവർ നടപ്പാക്കിയത്? സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിൽ ഏറ്റവും കുറഞ്ഞ വിഹിതം കിട്ടുന്ന ഒരു വകുപ്പാണ് അത്. ഒരു ദാരിദ്ര്യം പിടിച്ച വകുപ്പാണ്. പക്ഷെ അവർക്ക് കിട്ടിയ പ്രാധാന്യം എന്തായിരുന്നു? അവർ തന്നെയാണ് ഓരോ ചാനലുകളിലും ഇന്റർവ്യൂ താല്പര്യമുണ്ടോ, അവർക്ക് എപ്പോഴാണ് ഇന്റർവ്യൂ നടത്താൻ സൗകര്യം എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ച് കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അക്കാര്യത്തില് പിണറായിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇരട്ടത്താപം ഉണ്ടായെന്ന് ആരും ഒരു പരാതിയും പറയുന്നില്ല. ഇതിനൊരു കാരണമുണ്ട് കേട്ടോ. നമ്മൾ ഈ PR ഏജൻസി വഴി അല്ലെങ്കിൽ PRDയുടെ പരസ്യം വഴി, കിബിയുടെ പരസ്യങ്ങൾ വഴി കോടിക്കണക്കിന് രൂപയൊക്കെ ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ആളുകൾ ഈ സർക്കാർ പറയുന്നത് വിശ്വസിക്കണമെന്നില്ലല്ലോ. ആണ്ടിയുടെ പാസ്സാണ് ഏറ്റവും മികച്ച പാസ് എന്ന് ആണ്ടി തന്നെ പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? പണ്ടൊക്കെ ഒരു നുണ 100 വട്ടം പറഞ്ഞാൽ അത് സത്യമായി മാറിക്കൊള്ളൂ എന്നൊരു സിദ്ധാന്തം ഉണ്ടായിരുന്നു, ഗീബൽസിയൻ സിദ്ധാന്തം. ഹിറ്റ്ലറുടെ വാർത്താ വിതരണ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് മന്ത്രിയായിരുന്നു ഈ ഗീബൽസ് എന്ന് പറയുന്ന സായിപ്പ്. അദ്ദേഹം അങ്ങനെയാ പറഞ്ഞിരുന്നത്. പക്ഷെ ആ കാലമൊക്കെ പോയി. ഇവിടുത്തെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഈ തട്ടിപ്പിൽ നിന്നും വീഴുന്ന ആളുകളല്ല. അതുകൊണ്ട് PR മാത്രം പോരാ, മാധ്യമങ്ങളിലൊക്കെ വരണം നമ്മുടെ നേട്ടങ്ങൾ, സർക്കാരിന്റെ നേട്ടങ്ങൾ, പിന്നെ പിണറായിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഓരോ മാർഗങ്ങൾ. അതിനൊക്കെ ഇപ്പോഴും കുറച്ചൊക്കെ വിശ്വാസ്യത ഉള്ളത് നമ്മുടെ മാധ്യമങ്ങൾക്കാണെന്ന് പിണറായിക്കറിയാം, PRDക്കറിയാം, അല്ലെങ്കിൽ പിണറായിക്ക് വേണ്ടി ഈ PR വർക്ക് നടത്തുന്ന പാർട്ടിക്കാരും അല്ലാത്തവരുമായ വിദഗ്ധന്മാർക്കറിയാം. അങ്ങനെയാണ് ഈ 10-20 ഇന്റർവ്യൂ സംഭവിച്ചത്. ഒന്നാലോചിച്ച് നോക്കിയാൽ പിണറായി വിജയൻ ഇത്രയും ഇന്റർവ്യൂവിന് ഇരുന്നു കൊടുത്തു എന്ന് പറയുന്നത് ഒരു ലോക അത്ഭുതങ്ങളിലൊന്നാ കേട്ടോ. അദ്ദേഹത്തിന്റെ രീതികൾ നമുക്കറിയാവുന്നതാ. എനിക്ക് നിങ്ങളെ ആരുടെയും പബ്ലിസിറ്റി വേണ്ടെന്ന് പരസ്യമായിട്ട് മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി പറയുന്ന ആളാണ്. ഒരു ദിവസം ഒരു തവണയെങ്കിലും മാധ്യമങ്ങൾക്കിട്ട് ഓരോ താങ്ങ് കൊടുക്കാതെ അദ്ദേഹം ഉറങ്ങാൻ പോകാറില്ല. അത്തരത്തിലുള്ള ആളാണ്. പക്ഷേ ഇതെന്തിനു വേണ്ടിയാ?
അവിടെയാണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, ലക്ഷ്യബോധം, അർപ്പണബോധം ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് മൂന്നാം ഭരണം, പിണറായി വിജയന്റെ മൂന്നാം ഭരണം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള എക്സർസൈസിന്റെ ഭാഗമാണ്, കഠിനാധ്വാനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നത്. 10 വർഷം ഈ കസേരയിൽ ഇരുന്നപ്പോഴാണ് എന്താണ് അധികാരം എന്ന് മനസ്സിലായത്, അതിന്റെ ഒരു സുഖം മനസ്സിലായത്. അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടല്ലോ, പാർട്ടിയെ അതുപോലെ തന്നെ സർക്കാരിനെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടാം, ആരെ എന്തും പറയാം, എന്ത് ചീത്തയും പറയാം, ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഇടിച്ചു താഴ്ത്താം, അറബിക്കടലിലേക്ക് വലിച്ചെറിയാം, വേണ്ടപ്പെട്ടവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാം, ഒറ്റയടിക്ക് മന്ത്രിയാക്കാം, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കാം. ഇതൊക്കെ അധികാരത്തിലിരിക്കുമ്പോഴേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ 10 വർഷമായിട്ട് അത്തരം നിയോഗങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. പക്ഷെ അതങ്ങോട്ട് തീർന്നിട്ടില്ല. ഇനിയും ചിലരേക്ക് ഒതുക്കാനുണ്ട്. ചില വേണ്ടപ്പെട്ടവരെ പാർട്ടിയിലും സർക്കാരിലും അധികാരത്തിന്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് കൊണ്ടുവരാനുണ്ട്. അതിന് കുറച്ചു സമയം കൂടെ വേണം. അതിന് അധികാരത്തിൽ തുടരണം. അതുകൊണ്ടാണ് ഈ 20ഓളം അഭിമുഖ സംഭാഷണങ്ങൾക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഇരുന്നു കൊടുത്തത്. അല്ലാതെ മാധ്യമപ്രവർത്തകരോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ അവരെ മനസ്സ് അംഗീകരിക്കുന്നതിന്റെ തെളിവാണെന്നോ ഒന്നും വെറുതെ ചിന്തിക്കണ്ട, അങ്ങനെ കരുതുകയും വേണ്ട. സത്യം അതല്ല. അഭിമുഖത്തിന് വന്ന ആരോടും കടക്കൂപ്പുറത്ത് എന്ന് പറഞ്ഞില്ല, ആരോടും യാതൊരു അലോഗ്യവും കാണിച്ചില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അഭിമുഖം നടത്തിയ ചില ആളുകളൊക്കെ പിണറായിയെ പറ്റി പറഞ്ഞ് എത്ര നല്ല മനുഷ്യൻ എന്നാണ്. ചോദ്യങ്ങളൊന്നും അദ്ദേഹത്തെ അങ്ങനെ അങ്ങോട്ട് പ്രകോപിപ്പിച്ചില്ല. എന്നാലും ചില ചോദ്യങ്ങൾ, ഈ മുനവച്ച ചില ചോദ്യങ്ങൾ, അതായത് പിണറായി സർക്കാർ മാവോയിസ്റ്റുകളെ വേട്ടയാടിക്കൊന്നത്, ശൈലജ ടീച്ചറോടുള്ള പിണറായിയുടെ മനോഭാവം, ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ അല്പം ഒന്ന് അസ്വസ്ഥനായി എന്നുള്ളത് ശരിയാ. വീട്ടിൽ പോയി ചോദിക്കാന്ന് പറയാൻ വന്നതാ. പക്ഷെ അത് പറ്റത്തില്ലല്ലോ. അട്ടച്ചാക്കൽ ഈസ്റ്റ് മുക്ക് പ്ലാക്കീടിൽ ദാസ് പി ജോർജ് അല്ലല്ലോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്, മാപ്രയാണല്ലോ. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് വളരെ പാടുപെട്ടാണെങ്കിലും ക്ഷോഭം അടക്കുകയാണ് നമ്മുടെ പിണറായി വിജയൻ ചെയ്തത്. സ്ക്രിപ്റ്റ് തയ്യാറാക്കി നടത്തിയ അഭിമുഖങ്ങളും ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ചോദ്യങ്ങൾ അത്ര ശരിയായില്ലെങ്കിലേ വീണ്ടും ചോദിക്കാം, ഉത്തരങ്ങള് ചിന്തേറിട്ട് മിനുക്കി അങ്ങോട്ട് നൽകുകയും ചെയ്യാം. മോഹൻലാലുമായിട്ടുള്ള അഭിമുഖം അങ്ങനെയായിരുന്നുവെന്ന് ചില മാപ്രകൾ പറയുന്നുണ്ട്. 2 ദിവസം കൊണ്ടാണ് ഇന്റർവ്യൂ പൂർത്തിയാക്കിയതെന്ന് ഒരു പത്രം ഇന്ന് എഴുതി കണ്ടു. പക്ഷെ PRDയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഈ പ്രൊഡക്ഷൻ സംഘത്തിൽ ഉണ്ടായിരുന്നവരും പറയുന്നത് അത് ശരിയല്ലെന്നാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ഇന്റർവ്യൂ തീർത്തതെന്ന് അവരെല്ലാവരും ആണയിട്ട് പറയുന്നുണ്ട്. നമുക്ക് അവരെ വിശ്വസിക്കാം. എന്തായാലും കർക്കശക്കാരെന്നുള്ളൊരു പ്രതിച്ഛായ ഉണ്ടല്ലോ പിണറായി വിജയനെ കുറിച്ച്. കടക്കൂപ്പുറത്ത് മൈക്കിനോട് വരെ കോപിക്കുന്ന ഒരു പ്രകൃതം, ആ ഇമേജിൽ നിന്ന് കുതിരിച്ചാടാനുള്ള ശ്രമമായിരുന്നു മിക്ക ഇന്റർവ്യൂവിന്റെയും ഉദ്ദേശം. പക്ഷേ നമ്മുടെ ഈ മോഹൻലാലുമായിട്ടുള്ള ഇന്റർവ്യൂ, അതിന്റെ ചെലവ് കാശിച്ചിരി കൂടിപ്പോയി. 11.21 ലക്ഷം രൂപ 1 മണിക്കൂർ ഇന്റർവ്യൂ തയ്യാറാക്കുന്നതിന് ചെലവഴിച്ചു എന്നാണ് കണക്ക് പറയുന്നത്. സർക്കാർ തന്ന കണക്കാ. വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ കിട്ടിയ കണക്കാണ്. ഒരു ഇന്റർവ്യൂ ഷൂട്ട് ചെയ്തതിന് 11.21 ലക്ഷം രൂപ. എന്തിനാണ് ഇത്രയും രൂപ എന്ന് ചോദിച്ചാൽ ആർക്കും അതിനൊരു വിശദീകരണമില്ല. ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ക്യാമറ ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്താൽ തന്നെ ഒരു 17,500 രൂപയിൽ കൂടുതലൊന്നും വരത്തില്ല. പിന്നെ സംവിധായകന്, അതുപോലെ തന്നെ ക്യാമറാമാനുള്ള പ്രതിഫലം, എഡിറ്റിങ്, ഗ്രാഫിക്സ്, മിക്സിങ്, സൗണ്ട് റെക്കോർഡിങ്, കളർ കറക്ഷൻ, ഇങ്ങനെയുള്ള ചെലവുകൾ വേറെ. ഇതെല്ലാം കൂടി എങ്ങനെ 11 ലക്ഷം രൂപയെന്ന് ചോദിച്ചാൽ അതിന് വിശദീകരണമൊന്നുമില്ല. അങ്ങനെ ആയി. പിണറായി വിജയന്റെ ഇന്റർവ്യൂ നടത്തുമ്പം അങ്ങനെ പണം ചെലവാകും. ഇതേപ്പറ്റി നേരത്തെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടോ? മോഹൻലാലുമായി ഇന്റർവ്യൂ നടത്തിയതിൽ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. ചേട്ടാ, നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലുമായിട്ട് ഇന്റർവ്യൂ, ഒരു അഭിമുഖം നടത്തുന്നതിൽ നമുക്കെന്താ വിഷമം? പക്ഷെ ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണെന്നും അതിന്റെ കാശ് നമ്മുടെ ഖജനാവിൽ നിന്നാണ് ചെലവഴിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ച കോടിക്കണക്കിന് രൂപയുടെ കണക്കോർക്കുമ്പോൾ അത്ര വലിയ വിഷമം ഇട്ടില്ല താനും. ഈ തുകയുണ്ടല്ലോ, ഈ 11.21 ലക്ഷം രൂപ, അത് ഈ പ്രൊഡക്ഷന് വേണ്ടി മാത്രം ചെലവഴിച്ചതാ. അത് കഴിഞ്ഞ് കേരളത്തിലുള്ള എല്ലാ ചാനലുകളിലും പണം അങ്ങോട്ട് കൊടുത്ത് ഇത് സംപ്രേഷണം ചെയ്തു. ശരാ, ഇത് ഷൂട്ട് ചെയ്തിട്ട് പെട്ടി വെച്ചാൽ പോരല്ലോ, ജനങ്ങൾ കാണണമല്ലോ, എങ്കിലല്ലേ അതുകൊണ്ട് ഉദ്ദേശിച്ച പ്രയോജനം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? സോമനസാരെ ഒരു ചാനലും അത് സംപ്രേഷണം ചെയ്തില്ല. അതുകൊണ്ട് കാശ് അങ്ങോട്ട് എണ്ണിക്കൊടുത്തു, അത് സംപ്രേഷണം ചെയ്തു. അതിന്റെ കണക്ക് വേറെയാ. അത് കോടിക്കണക്കിന് വരുന്ന ഒരു തുകയാണ്. അതൊരു പക്ഷേ ഇപ്പൊ പുറത്ത് വരും. മോഹൻലാലിനെ കൂടാതെ മറ്റൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകനെ കൊണ്ട് PRDയുടെ ചെലവിൽ മറ്റൊരു അഭിമുഖം പ്ലാൻ ചെയ്തതാ. പക്ഷെ നമ്മുടെ ജ്ഞാനേഷ് കുമാർ ചതിച്ചു കളഞ്ഞു. ചതിച്ചാശാനി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു, പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്തു. അതുകൊണ്ട് ആ അഭിമുഖം നടന്നില്ല. നമ്മുടെ ഖജനാവില്
ഒരു 10-11 ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടാവുകയും ചെയ്തു. ചേട്ടാ, നമ്മൾ പറഞ്ഞു വിഷയത്തിൽ നിന്ന് അങ്ങ് അകന്നുപോയെന്ന് തോന്നുന്നു. സത്യത്തിൽ ഇന്റർവ്യൂ അല്ല, മുഖ്യമന്ത്രി നടത്തിയ ഇന്റർവ്യൂ അല്ല നമ്മുടെ വിഷയം. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ഇരട്ടത്താപ്പുണ്ടോ എന്നാണ്. അപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ വിഷയം കടന്നു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമായ 20ഓളം ആളുകളുടെ മുമ്പിലെ ഇന്റർവ്യൂവിന് ഇരുന്നു കൊടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അട്ടച്ചാക്കൽ ഈസ്റ്റ് മുഖ പ്ലാക്കീഴിൽ ദാസ് പി ജോർജിനോട് ഈ വേറുകൃത്യം കാണിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. സഖാവെ ഒരു ചോദ്യം എന്ന് പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്തില്ല എന്നുള്ളത് ഒരു സത്യമാണ്. സ്റ്റുഡിയോയോ അല്ലെങ്കിൽ ക്ലിഫ് ഹൗസോ ഒന്നും ആയിരുന്നില്ല വേദി, അതും സത്യമാണ്. പൊതുയോഗം, പാർട്ടിയുടെ പ്രചാരണ യോഗം, പാർട്ടിക്കാരനായ ആള്, ബ്രാഞ്ച് കമ്മിറ്റി അംഗം, അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിക്കണമെന്ന് തോന്നിപ്പോയി. അതിന് 1 മിനിറ്റ് വഴങ്ങാതിരുന്നത്. പറഞ്ഞല്ലോ, ഈ 10-20 ഇന്റർവ്യൂകളില് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇരുന്നു കൊടുത്ത മുഖ്യമന്ത്രി നമ്മുടെ അട്ടച്ചാക്കൽ ദാസ് പി ജോർജിന്റെ ഒരു ചോദ്യത്തിന് ഒന്ന് വഴങ്ങിയില്ലല്ലോ. അത് ഒരു ഇരട്ടത്താപ്പായി പോയില്ലേ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അദ്ദേഹം ചോദിക്കാനിരുന്ന ചോദ്യമാണെങ്കിൽ ഇന്നത്തെ സമയത്ത് ഏറ്റവും പ്രസക്തമായ ഒന്നാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം വരത്തില്ല. കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് കേന്ദ്രം തടസ്സം നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അപ്പോഴാണ് അദ്ദേഹം ഒരു ചോദ്യം എന്ന് പറഞ്ഞത്. അതായത് സംസ്ഥാന സർക്കാർ നിരവധി വികസന പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിക്കുക, പക്ഷെ കേന്ദ്രം നിസ്സഹകരിക്കുന്നു, നമുക്ക് വേണ്ട സഹായം തരുന്നില്ല. അപ്പോൾ ഈ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഇനി വരാൻ പോകുന്ന സർക്കാർ, 3ാം പിണറായി സർക്കാർ എങ്ങനെ പണം കണ്ടെത്തും എന്നാണ് സഖാവ് ദാസ് പി ജോർജ് സഖാവ് പിണറായി വിജയനോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അത് ഇന്നലെ അദ്ദേഹം എല്ലാ മാധ്യമപ്രവർത്തകരോടും പറഞ്ഞിട്ടുമുണ്ട്. CMA ഒന്ന് ആലോചിച്ച് നോക്കി, ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ മനോഹരമായ ഒരു ചോദ്യം, കുറിക്കൊള്ളുന്ന ഒരു ചോദ്യം, പ്രസക്തമായ ഒരു ചോദ്യം അങ്ങ് ഈ അഭിമുഖ സംഭാഷണം നടത്തി ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചോ? അതിനേക്കാളൊക്കെ നല്ല ഗംഭീര ചോദ്യമായിരുന്നില്ല ഇത്. എന്നിട്ടും അങ്ങ് 1 മിനിറ്റ് അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തില്ല. വീട്ടിൽ പോയി ചോദിക്കട എന്ന് പറഞ്ഞ് സഖാവിന്റെ കാലിൽ പിടിച്ച് ചുഴറ്റി വലിച്ചെറിയുക ഉണ്ടായത്. ഒരു ഡിസ്കസ് ത്രോക്കാരൻ ഡിസ്കസ് എറിയുന്നത് പോലെ. കഷ്ടമായി പോയില്ലേ? കോന്നിയിൽ നിന്ന് അദ്ദേഹം ചെന്ന് വീണത് അട്ടച്ചാക്കൽ പ്ലാക്കീഴ് വീടിന്റെ ഗേറ്റിന് മുമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോടും അതുപോലെ തന്നെ ഗണേഷ് കുമാറിനോടും യാതൊരു ഇരട്ടത്താപ്പുമില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി കോന്നിയിൽ പറഞ്ഞപ്പോഴ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അവളോടൊപ്പം ആരായിരുന്നുവെന്നും അവനോടൊപ്പം ആരായിരുന്നുവെന്നും നമുക്കറിയാമല്ലോ എന്ന്. CMA ഒരു ചെറിയ സംശയം. ഒരു ദിവസം ഉച്ചയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് വാളകത്തെ കുടുംബ വീട്ടിലേക്ക് ചെന്ന ഒരു ഭാര്യ കണ്ടത് തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്നതാണ്. അത് ആ ഭാര്യ തന്നെ പിന്നീട് പുറത്തു പറഞ്ഞതാ. ആ ഭർത്താവിനോടൊപ്പം കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആരായിരുന്നു എന്ന് അങ്ങേക്ക് അറിയാമോ? അവളോടൊപ്പം ആരായിരുന്നുവെന്നും അവനോടൊപ്പം ആരായിരുന്നുവെന്നും ഒക്കെ അറിയാവുന്ന നമ്മുടെ CMന് അത് അറിയാമോ?